ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സിയ കിച്ചൻ ടിപ്സ്. എൻ്റെ എല്ലാ കൂട്ടർക്കും സുഖമാണല്ലോ. ഇന്ന് എൻ്റെ കൂട്ടർക്കും ഷെയർ ചെയ്യാൻ വന്നേക്കും ഒരു അടിപൊളി ചമ്മന്തി ആയിട്ടാണ്. ഒരു വെറൈറ്റി ചമ്മന്തി. നമ്മുടെ കേരളീയർക്ക് ചമ്മന്തി എന്ന് വെച്ചാൽ ഒരുപാട് ഇഷ്ടമാണ്. ഒരുപാട് തരം വെറൈറ്റികൾ ചമ്മന്തി നമ്മൾ കഴിച്ചിട്ടുണ്ട്. ഞാൻ തന്നെ ഒരു 11 തരം വെറൈറ്റി ചമ്മന്തികളുടെ വീഡിയോസ് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഓരോന്നിനും ഓരോ ടേസ്റ്റാണ്. മലയാളികൾക്ക് ചമ്മന്തി എന്ന് വെച്ചാൽ ഒരുപാട് ഇഷ്ടമാണ്. എത്ര കറികളുണ്ടെങ്കിൽ ഇത്തിരി ചമ്മന്തി ഉണ്ടെങ്കിൽ ഒരുപാട് ഇഷ്ടമാണ് ചോറിനാൻ. അത്രയ്ക്ക് ഇഷ്ടമാണ് ചമ്മന്തി എന്ന് വെച്ചാൽ. ഞാനിന്നിട്ട് തയ്യാറാക്കുന്നത് പപ്പടം വെച്ചുള്ള പപ്പട ചമ്മന്തിയാണ്. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഈ ചമ്മന്തിയാണ്. ചോറിനും കഞ്ഞിക്കുമൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. വീഡിയോ ഒട്ട് സ്കിപ്പ് ചെയ്ത് എല്ലാ കൂട്ടരും കാണാൻ. ആദ്യം തന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. നേരെ വീട്ടിലോട്ട് പോകാം. ഞാൻ തന്നിരിക്കുന്നത് പപ്പടവും വെച്ചാണ്. പപ്പടം വെച്ച് നമ്മൾ ഒരുപാട് ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കും. സാധാരണ നമ്മൾ പൊരിക്കും, അതുപോലെ തന്നെ തോരൻ പോലെ ആക്കാൻ പറ്റും. ഒരുപാട് ഐറ്റംസ് ഉണ്ടാക്കാം. ഇന്ന് പപ്പടം വെച്ച് നമുക്ക് ഒരു അടിപൊളി ചമ്മന്തി ഉണ്ടാക്കാം. ഞങ്ങൾ ഒരു 6 പപ്പടം എടുത്തിട്ടുണ്ട്. വെച്ച് നമുക്ക് അടിപൊളി ഒരു ചമ്മന്തി ഉണ്ടാക്കാം. ചോറിനും കഞ്ഞിക്കും ഒക്കെ നല്ല കോമ്പിനേഷൻ ആയിട്ടുള്ള ചമ്മന്തിയാണ് നമ്മൾ തയ്യാറാക്കുന്നത്. ഇതെങ്ങനെ തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. ഞാനിവിടെ 1 കപ്പ് തേങ്ങാപ്പീര എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ എരിവിന് ആവശ്യമായ പച്ചമുളക് എടുത്തിട്ടുണ്ട്. നീലകന്താരിയും സാധാരണ നമ്മുടെ പച്ചമുളകും കൂടെയാണ് എടുത്തിട്ടുള്ളത്. എരിവ് എത്രത്തോളം വേണം അതിനനുസരിച്ചിട്ട് പച്ചമുളക് എടുക്കാം. ഞാൻ ഇവിടെ ഒരു കഷ്ണം ചെറിയ റേഷൻ ഇഞ്ചി എടുത്തിട്ടുണ്ട്. അരിഞ്ഞിട്ടാണ് എളുപ്പത്തിന് വേണ്ടി ഞാനത് അരിഞ്ഞിട്ടിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ 3-4 കൊച്ചുള്ളി എടുത്തിട്ടുണ്ട്. നാരും കുഴിയെല്ലാം കളഞ്ഞ് ചെറിയൊരു നെല്ലിക്ക വലുപ്പത്തിലുള്ള വാളംപുളിയും കൂടെ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഉപ്പും അതുപോലെ തന്നെ മുളക് പൊടിയൊക്കെ വേണം. അത് നമുക്ക് ആവശ്യത്തിന് എടുക്കാം. അതുപോലെ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് വെച്ചാൽ നമ്മുടെ പപ്പടമാണ്. 5 പപ്പടവും കൂടെ 5 അല്ല 6 പപ്പടം എടുത്തിട്ടുണ്ട്. ഇത്രയാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ്. പിന്നെ ഉപ്പും മുളക് പൊടിയും വേണം കേട്ടോ. അത് നമുക്ക് ആവശ്യത്തിന് എടുക്കാം. ആദ്യം തന്നെ നമുക്ക് ഈ പപ്പടം ഒന്ന് പൊരിച്ചെടുക്കാം. ഞാനൊരു കടായി വെച്ചിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഓയിൽ നല്ലോണം ഒന്ന് ചൂടായി വരട്ടെ. ഓയിൽ നല്ലപോലെ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് പപ്പടം പൊരിച്ചെടുക്കാം. പപ്പടം എല്ലാം നമ്മൾ പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇത് മാറ്റി വെച്ചേക്കാം. മിക്സിയുടെ ജാറിനകത്തോട്ട് നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന തേങ്ങാപ്പീര ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ പച്ചമുളക് ഇട്ട് കൊടുക്കാം. കൊച്ചുള്ളിയും കൂടി ഇട്ട് കൊടുക്കാം. അരിഞ്ഞു വെച്ചേക്കുന്ന ഇഞ്ചി ഇട്ട് കൊടുക്കാം. കുരുവെല്ലാം കളഞ്ഞു വെച്ചേക്കുന്ന വാളംപുളിയും കൂടി ഇട്ട് കൊടുക്കാം. 1/4 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഉപ്പ് ഒരു ശകലം ഇട്ട് കൊടുത്താൽ മതി. 1/4 സ്പൂണിൽ താഴെ. നമ്മൾ പപ്പടം ചേർത്തുള്ള ചമ്മന്തി നമ്മൾ തയ്യാറാക്കുന്നത്. അതുകൊണ്ട് പപ്പടത്തിന് ഉപ്പുള്ളതാണ്. അതുകൊണ്ട് ഉപ്പ് ഒരു ശകലം ഇട്ട് കൊടുക്കാം. അത് നമ്മൾ വെള്ളം ഒന്നും ചേർക്കാം. അതൊന്ന് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം. എന്നുവെച്ചാൽ ഒരുപാട് കരഞ്ഞു പോലും നല്ലപോലെ ക്രഷ് ചെയ്തെടുക്കാം. ഒരുവിധം ചതഞ്ഞ് വന്നിട്ടുണ്ട്. നമ്മൾ കറിവേപ്പില ഇട്ടിട്ടില്ലായിരുന്നു. ഈ സമയത്ത് നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഒരുപാട് അരഞ്ഞു പോകേണ്ട. അതുകൊണ്ടാണ് ലാസ്റ്റ് കറിവേപ്പില ഇടുന്നത്. കറിവേപ്പിലയും കൂടി ഇട്ട് ഒന്ന് ചതച്ചെടുക്കാം. ചമ്മന്തി എല്ലാം അരഞ്ഞു വന്നിട്ടുണ്ട്. ഒരുപാട് അരഞ്ഞ് വെണ്ണ പോലെ ആയിട്ടില്ല. ചതഞ്ഞ് ആവശ്യത്തിന് നമ്മൾ അരയ്ക്കുന്ന രീതിയിൽ അരഞ്ഞു വന്നിട്ടുണ്ട്. നമുക്കൊരു പാത്രത്തിനകത്തോട്ട് മാറ്റാം. ഞാൻ ഈ പ്ലേറ്റിനകത്തോട്ട് നമ്മൾ അരച്ച് വെച്ചേക്കുന്ന ചമ്മന്തി ഇട്ട് കൊടുക്കാം. നമ്മൾ അരച്ചു വെച്ച് മിക്സ് എല്ലാം ഒരു പാത്രത്തിനകത്തോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. എല്ലാം നല്ലപോലെ ചതഞ്ഞു വന്നിട്ടുണ്ട്. ഒരുപാട് അങ്ങ് അരിയുകയും ചെയ്തിട്ടില്ല. ഇനി നമുക്ക് ഇതിന്റെ മുകളിലോട്ട് നമ്മൾ നേരിട്ട് പൊരിച്ചു വെച്ചേക്കുന്ന പപ്പടം ഇട്ട് കൊടുക്കാം. പപ്പടം എല്ലാം ഞാൻ ഈ ചമ്മന്തി നമ്മൾ അരച്ചു വെച്ചേക്കുന്ന ചമ്മന്തിയുടെ മുകളിലോട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പതുക്കെ ഇതൊന്ന് പൊടിച്ചെടുക്കാം. പുറത്തോട്ടൊന്ന് പോവാതെ നല്ലപോലെ കൈവച്ച് പ്രസ് ചെയ്യാം.
ഗ്ലൗസ് വേണമെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ. അത് നമ്മുടെ വീട്ടിലുള്ള അംഗങ്ങൾ മാത്രമല്ലേ കഴിക്കുന്നുള്ളൂ. അതുകൊണ്ട് നമുക്ക് കൈ വെച്ച് കയറത്തിൽ കുഴപ്പമില്ല. പുറത്തുനിന്ന് ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഗ്ലൗസ് വേണമെങ്കിൽ ഇടാം. നല്ലപോലെ മിക്സ് ചെയ്യാം. നമ്മൾ മിക്സിയുടെ ജാറിനകത്തിട്ട് ഈ പപ്പടം പൊടിച്ചെടുത്താൽ അങ്ങ് പൗഡർ പോലെ അങ്ങ് പൊടിഞ്ഞു പോകും. അത്രയും പൊടിയണ്ട. ഒരു ഇതേപോലെ ഒന്ന് പൊടിഞ്ഞ് കിട്ടിയാൽ മതി. എന്നാൽ ഇത്തിരി ഇത്തിരി തരിതരിയായിട്ട് കിടക്കുകയും ചെയ്യണം. ഇതേപോലെ പൊടിഞ്ഞിട്ടിയാൽ നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. പപ്പടവും നമ്മൾ അരച്ച് വെച്ചേക്കുന്ന ആ മിക്സോട് ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഉപ്പ് നമ്മൾ കുറച്ചേ ഇട്ടിട്ടുള്ളൂ, പപ്പടത്തിന് ഉപ്പ് ഉള്ളതുകൊണ്ട് കേട്ടോ. അങ്ങനെ ടേസ്റ്റ് ആയിട്ടുള്ള പപ്പടച്ചമ്മന്തി ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല ടേസ്റ്റാണ്. കഞ്ഞിക്കും അതുപോലെ ചോറിനും ഒക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. ഇത് തയ്യാറാക്കി ഒരുപാട് നേരം വെച്ചേക്കരുത്. അന്നേരം തന്നെ ഞാൻ കഴിക്കണം. ഇല്ലെങ്കിൽ പപ്പടത്തിന്റെ ആ തണുത്ത് പപ്പടം ഒരു വേറെ ടേസ്റ്റ് ആയിപ്പോ. ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് ഉരുട്ടിയെടുക്കാം. നമ്മുടെ ചമ്മന്തി നമ്മൾ ഉരുട്ടി എടുത്തിട്ടുണ്ട്. വെള്ളം ഒന്നും തൊടാതെ അരച്ച് നമുക്ക് ഇതുപോലെ ചമ്മന്തി ഉരുട്ടി എടുക്കാൻ പറ്റും. കാരണം നമ്മുടെ ടേസ്റ്റ് ആയിട്ടുള്ള പപ്പട ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശം ഫീഡ്ബാക്കിൽ അറിയിക്കാൻ മറക്കരുത്. പപ്പടം വെച്ച് നമ്മൾ ഒരുപാട് വെറൈറ്റീസുകളൊക്കെ നമ്മൾ തയ്യാറാക്കും കേട്ടോ. ഞാൻ നേരത്തെ പപ്പടം തൈരും വെച്ച് നല്ലൊരു കറി തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ പപ്പടം റോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റാണ് പപ്പടം റോസ്റ്റ് ചെയ്ത് നമ്മുടെ പലഹാരത്തിൻ്റെ കൂടെ ഒക്കെ സെർവ് ചെയ്താൽ. ഇതൊക്കെ കണ്ടിട്ടില്ലാത്തവരെല്ലാം ഒന്ന് കണ്ടു നോക്കണം. ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. അതുപോലെ തന്നെ ഒരുപാട് വെറൈറ്റി ചമ്മന്തികൾ തയ്യാറാക്കിയിട്ടുണ്ട്. ഒരു 11 തരം വെറൈറ്റി ചമ്മന്തികൾ നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. അതെല്ലാം ഒരു പ്ലേലിസ്റ്റിലാക്കിയിട്ട് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഇട്ടേക്കാം. കാണാത്തവരെല്ലാം കണ്ടു നോക്കണം. ഇപ്പോൾ അടുത്ത് ഞാനൊരു വഴുതനങ്ങ വെച്ച് ചമ്മന്തി തയ്യാറാക്കിയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. കാണാത്തവരൊക്കെ ഒന്ന് കണ്ടു നോക്കണേ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കല്ലേ. അങ്ങനെ ടേസ്റ്റ് ആയിട്ടുള്ള പപ്പട ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. ചോറിനും കഞ്ഞിക്കും ഒക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ല. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത്. യൂസ്ഫുൾ ആയ വീഡിയോ ഞാൻ തോന്നുകയാണെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. കൂടെയുള്ള കുഞ്ഞു ബെൽ ബട്ടൺ എനേബിൾ ചെയ്തുള്ള ഞാനിടുന്ന വീഡിയോസിനൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. അതുവരെ താങ്ക് യു.